പ്രചാരണ തിരക്കിനിടയിലും ധർമ്മടം മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി കെ രഞ്ജിത്തിനായി വോട്ട് ചോദിച്ചെത്തി കണ്ണൂർ മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി സി രഘുനാഥ്. സംഘടനയുടെ കരുത്ത് വ്യക്തമാക്കുന്നതാണ് ഈ സന്ദർഭമെന്നും പിണറായി വിജയനെ മണ്ഡലത്തിൽ പരാജയപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം ജനം ടിവിയോട് പ്രതികരിച്ചു. കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളെല്ലാവരും. എന്നാൽ ആ തിരക്കിനിടയിലും ധർമ്മടം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്കായി വോട്ട് അഭ്യർത്ഥിക്കാൻ എത്തിയിരിക്കുകയാണ് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി സി രഘുനാഥ്. എന്താണ് അങ്ങനെ ഒരു കൗതുകം? ശരിക്കും പറഞ്ഞാൽ ധർമ്മടം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി കണ്ണൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഇതെൻ്റെ സ്വന്തം മണ്ഡലമല്ലേ, എൻ്റെ പ്രദേശമാണ്. ഞാൻ 2021 ഇവിടെ മത്സരിച്ചത് മാത്രമല്ല, ഇവിടെ ഒരുപാട് ബന്ധങ്ങളുള്ള സ്ഥലമാണ്. ഇതെൻ്റെ നാട്ടിൻപുറത്താണ്. ഏകദേശം 4 ബൂത്തിലെ ആളുകളാണ് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. പിന്നെ രഞ്ജിത് ഭായിയെ പോലെയുള്ള നമ്മുടെ സീനിയർ നേതാവ് മത്സരിക്കുമ്പോൾ അതിൻ്റെ ഗൗരവത്തിൽ പാർട്ടി എടുത്തിരിക്കുന്നു. പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാക്കന്മാരൊക്കെ തന്നെ ഇവിടെ നമ്മുടെ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ഇവിടെ വരാൻ പോവുകയാണ്. കേരളത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം ആളുകൾ ശ്രദ്ധിക്കുന്ന മണ്ഡലമായി ധർമ്മടം മാറുന്നു. കാരണം നമുക്ക് പുലിയുടെ മടയിൽ ചെന്ന് തന്നെ നമുക്ക് പരാജയപ്പെടുത്താൻ സാധിക്കണം. ഇവിടെ ആളുകൾ പറയുന്നുണ്ട് വലിയ ആളാണെന്ന്. അദ്ദേഹം ഇവിടെ പരാജയപ്പെടാൻ പോവുകയാണ്. ചരിത്രത്തിലാദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായ പാറപ്പുറത്തെ പിണറായിയുടെ മണ്ണിൽ വെച്ച്, ധർമ്മടത്തിൻ്റെ മണ്ണിൽ വെച്ച് ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്ന് തരിപ്പണമാകും ഈ തെരഞ്ഞെടുപ്പിൽ. പിന്നെ ഇങ്ങനെയൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തല്ലേ നമ്മളൊക്കെ വരണത്. ഞങ്ങൾക്ക് ഒരുപാട് സാധ്യതകളും ബന്ധങ്ങളുള്ള സ്ഥലമാണ്. അതൊക്കെ തന്നെ നമ്മുടെ സ്ഥാനാർത്ഥി ജയിക്കാനുള്ള അതിനുവേണ്ടിയുള്ള എല്ലാ പിന്തുണയും, പൂർണ്ണ പിന്തുണ ഞങ്ങളുടെ പ്രദേശത്തുണ്ടാകും. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണല്ലോ ബാക്കിയുള്ളത്. അപ്പോൾ സ്വന്തം മണ്ഡലത്തിൽ തന്നെ വോട്ട് ഉറപ്പിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ, അതിനിടയ്ക്കാണ് വരുന്നത്. തീർച്ചയായിട്ടും ഞാൻ 11 മണി വരെ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 1 മണിക്ക് ഞാൻ പോകും. എന്തായാലും ഇതുപോലെയുള്ള ഒരു പരിപാടി നടക്കുമ്പോൾ ഞാനില്ലെങ്കിൽ അത് എനിക്ക് തന്നെ ഒരു പ്രയാസമല്ലേ. ഞങ്ങൾ ഇന്നലെ രാത്രി അടക്കം ഈ ബോർഡുകളും തോരണമൊക്കെ ഞാനടക്കമുള്ള ആളുകൾ കെട്ടിയാണ്. അതാണ് ഞങ്ങളുടെ പാർട്ടി സ്പിരിറ്റ്. ഞങ്ങൾ വ്യക്തി എന്നുള്ള രീതിയിലല്ല, നമുക്ക് ജയിക്കേണ്ടത് പിണറായിക്കെതിരെ രഞ്ജിത്ത് എന്ന് പറയുന്ന നമ്മുടെ സ്ഥാനാർത്ഥി ജയിക്കേണ്ടത് കണ്ണൂരിൻ്റെയും കേരളത്തിൻ്റെയും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യമാണ്. അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത്. എനിക്ക് നിരവധിയായ വോട്ടുകളുണ്ട്. എൻ്റെ തറവാട്ട് വോട്ട് ഇവിടെയാണ്. എൻ്റെ വോട്ട് കണ്ണൂരിലാണെങ്കിൽ എൻ്റെ കുടുംബാംഗങ്ങൾ ഏകദേശം 33 വോട്ടുള്ള ഒരു കുടുംബമുണ്ട് ഇവിടെ. എൻ്റെ 33 വോട്ടുണ്ട് ഇവിടെ. അതിൽ ഞാനും എൻ്റെ ഭാര്യ മാത്രമേ കണ്ണൂരുള്ളൂ. ബാക്കി എല്ലാവരും എൻ്റെ തറവാട്ട് സ്ഥലമാണ്, എൻ്റെ സ്വന്തം പ്രദേശമാണ്. ആ വോട്ടുകളൊക്കെ തന്നെ 200-ന് മേലെ ബൂത്തുകളിൽ വോട്ടുള്ള ഒരു പാർട്ടിയായി BJP മാറിയിട്ടുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 298 വോട്ട് ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. പരിസരത്തുള്ള 3 വാർഡുകളും ഞങ്ങളുടേതാണ്. ഞങ്ങളുടേതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൈകളിലേക്ക് ഓരോരാൾ വരിക. ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ പണ്ടുകാലത്തുണ്ടായതാണ്. അവരൊക്കെ തന്നെ ഇന്ന് ഞങ്ങളോടൊപ്പം ചേർത്ത് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ട്. അത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വലിയ വിജയങ്ങൾ സമ്പാദിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പൂർണ്ണ ആത്മവിശ്വാസത്തിൽ അദ്ദേഹം ഇവിടുന്ന് മുന്നോട്ട് പോകണം. കാരണം കണ്ണൂരിൽ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധയുള്ള മണ്ഡലത്തിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. ഓരോ ഇഞ്ചും നമ്മൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. ഇവിടുത്തെ ഓരോ പ്രവർത്തകന്മാരും ഊണും ഉറക്കവും ഉപയോഗിച്ച് അവസാനത്തെ വോട്ടർമാരെ പോലും ബൂത്തിലെത്തിക്കാൻ ഞങ്ങളുടെ പ്രദേശത്ത് ആളുണ്ടാവും എന്ന് ഉറപ്പ് നൽകാനാണ് ഞാനിവിടെ വന്നത്. എല്ലാ ആശംസകളും എൻ്റെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിക്കും എൻ്റെ സഹോദരനും ഞാൻ നൽകുകയാണ്. കാരണം എന്നെ പാർട്ടിയിലൊക്കെ തന്നെ എല്ലാ രീതിയിലും, ഞാൻ ഈ പാർട്ടിയിൽ വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ, എന്നെ കൈപിടിച്ച് ഉയർത്തിയ, എനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്യുന്ന ആളാണ്. ഇന്ന് കണ്ണൂരിൽ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ശക്തി ഇയാൾ കൂടിയാണ്. കാരണം അദ്ദേഹം അവിടെ ഏറ്റവും നല്ലൊരു ഓഫീസ് എനിക്ക് വേണ്ടി തയ്യാറാക്കി തന്നിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ കേരളത്തിലെ ഏറ്റവും നല്ല തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തയ്യാറാക്കിയിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നത്. അതിൻ്റെ ബാധ്യതയും കടപ്പാടും ഞാൻ അദ്ദേഹത്തിന് നിർവഹിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വന്നത്. എങ്ങനെയാണ് ആ ഒരു സ്പിരിറ്റിനെ എങ്ങനെയാണ്? വളരെ സന്തോഷമാണ്. ഇപ്പം ദിഗോട്ട സൂചിപ്പിച്ചതുപോലെ ഒരു 10 വർഷത്തിന് മുമ്പാണെങ്കിൽ നമുക്ക് ഈ കൂടിയിരിക്കുന്ന ഈ നേരത്തെ നടത്തിയ പരിപാടി ഇവിടെ നടത്താൻ സാധിക്കില്ലായിരുന്നു. കാരണം ജനങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. രഘുവോട്ടൻ്റെ കുടുംബം നേരത്തെ പറഞ്ഞു, ഒരു കോൺഗ്രസിൻ്റെ കുടുംബമാണ്. കഴിഞ്ഞ 2024 രഘുവോട്ടൻ നമ്മുടെ പാർട്ടിയിലേക്ക് വരുന്നത്. പാർട്ടിയിലേക്ക് വന്നു. പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനിൽ നിന്നാണ് അദ്ദേഹം മെമ്പർഷിപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി രഘുവോട്ടനായിരുന്നു ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ പാർലമെൻറ്റ് മണ്ഡലത്തിനേക്കാൾ പകുതിയിലേറെ വോട്ടുകൾ, ഇരട്ടിയിലേറെ വോട്ടുകൾ നമുക്കിവിടെ നേടാൻ സാധിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബന്ധവും പരിചയവും എല്ലാം കൊണ്ട് തന്നെയാണ്. മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ ചെറിയ ഒരു 5000 വോട്ടിനെല്ലാം വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷേ 50,000-ലധികം വോട്ടുകൾ നമുക്ക്
ഇവിടെ ഈ മണ്ഡലത്തിൽ വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു തിരക്കാണ്, അതായത് അദ്ദേഹം കണ്ണൂർ നിയമസഭാ മണ്ഡലത്തെ സ്ഥാനാർത്ഥി കൂടിയാണല്ലോ. അപ്പോൾ ആ തിരക്കിനിടയിൽ നിന്നാണ് ഇവിടെ വോട്ട്. അല്ല, അതാ പറഞ്ഞത്, അദ്ദേഹത്തിന് ഈ പ്രദേശത്തിന്, അദ്ദേഹത്തിൻ്റെ നേരത്തെ പറഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ ഒരു ഹൃദയമായൊരു പ്രദേശമാണ്. അപ്പോൾ അദ്ദേഹത്തിലൂടെ ഒരുപാട് വോട്ടുകൾ എനിക്ക് കിട്ടുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. വിശ്വാസം മാത്രമല്ല, ഇവിടെ ഈ ബൂത്തിൽ എനിക്ക് വലിയൊരു മുന്നേറ്റം നടത്താൻ സാധിക്കും. അത് ഈ പിണറായി മേഖലകളിലും അതുപോലെ തന്നെ ധർമ്മടം മേഖലയിലെല്ലാം തന്നെ എനിക്കത് ഗുണകരമാവും. കഴിഞ്ഞ ഒരു കാര്യം പ്രത്യേകതയാണ്, കഴിഞ്ഞ UDFൻ്റെ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി കൂടിയായിരുന്നു അദ്ദേഹം. ഈ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ വേരോട്ടം, അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളും വലിയ ബന്ധമാണ്. അത് ഈ ഒരു പരിപാടിയിലൂടെ എനിക്ക് ജനങ്ങളിൽ എത്തിക്കാൻ സാധിക്കും. അതിലൂടെ വലിയൊരു മാറ്റം എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ്. വളരെയേറെ സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത്. ഇതിലും അതുതന്നെയാണ് രണ്ട് സ്ഥാനാർത്ഥികളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം ഒരു സംഘടന തീരുമാനിച്ച കാര്യമാണ്, ഒരു സ്പിരിറ്റാണ് എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. കാരണം തിരക്കിന് ഇടയ്ക്ക് ആണ് മറ്റൊരു സ്ഥാനാർത്ഥിക്കായി വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ഏതായാലും രണ്ടുപേരും വളരെ വിജയപ്രതീക്ഷയോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കെ സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം, കണ്ണൂർ.